തിരുവോണനാളിൽ സെക്രട്ടേറിയറ്റിനു മുന്നിൽ വേളി ടൂറിസ്റ്റ് വില്ലേജ് സെക്യൂരിറ്റി ജീവനക്കാരുടെ പട്ടിണി സമരം. വേളി ടൂറിസ്റ്റ് വില്ലേജിൽ തൊഴിൽ നിഷേധിക്കപ്പെട്ട സെക്യൂരിറ്റി ജീവനക്കാരുടെ സമരം ശക്തമാകുന്നു. ദീർഘകാലമായി ജോലി ചെയ്തിരുന്ന 22 തൊഴിലാളികളെ ഒഴിവാക്കിയതിനെതിരെയാണ് പ്രതിഷേധം. 8 മുതൽ 15 വർഷം വരെ വിവിധ ഏജൻസികളുടെ കീഴിൽ സെക്യൂരിറ്റി ജീവനക്കാരെ ജോലി ചെയ്തിരുന്ന തൊഴിലാളികളെയാണ് ഒഴിവാക്കിയത് എന്നാണ് തൊഴിലാളി സംഘടനകളുടെ ആരോപണം. ഇതിൽ ഭൂരിഭാഗം പേരും തദ്ദേശവാസികളും പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടവരുമാണെന്നും സമരക്കാർ പറയുന്നു. തൊഴിൽ നിഷേധിക്കപ്പെട്ടതിനെ തുടർന്ന് തൊഴിലാളികൾ 85 ദിവസമായി രാപ്പകൽ സമരം തുടരുകയാണ്. വിഷയത്തിൽ സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്നും തൊഴിലാളികളെ തിരിച്ചെടുത്ത് തൊഴിൽ സംരക്ഷിക്കണമെന്നും CITU ആവശ്യപ്പെട്ടു. ഇതിനിടെയാണ് ആവശ്യങ്ങൾക്ക് പരിഹാരം കാണാത്തതിൽ പ്രതിഷേധിച്ച് തിരുവോണനാളിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ പ്രതിഷേധം ഉയർത്തിയത്. ഹൈക്കോടതി ഇടപെട്ട തൽസ്ഥിതി തുടരാനും തൊഴിൽ വകുപ്പ് ഇടപെട്ട പ്രശ്നത്തിന് പരിഹാരം കാണാനും നിർദ്ദേശിച്ചിരുന്നുവെന്നും റിപ്പോർട്ടുണ്ട്. എന്നാൽ പ്രശ്നത്തിന് ഇതുവരെ ശാശ്വത പരിഹാരം ഉണ്ടായിട്ടില്ലെന്നാണ് സമരക്കാരുടെ ആരോപണം. വേളി ടൂറിസ്റ്റ് വില്ലേജിലെ തൊഴിലാളികളുടെ തൊഴിൽ പ്രശ്നത്തിൽ സർക്കാർ അടിയന്തരമായി ഇടപെടുമോ എന്നതാണ് ഇനി ശ്രദ്ധേയമായ ചോദ്യം. ഗവൺമെന്റ് എല്ലാം മാറി തിരിക്കില്ല. LDF വരും, UDF വരും, അല്ലെങ്കിൽ വേറൊരു കൂട്ടർ വരും. അതെല്ലാം നമ്മുടെ നാട്ടിലെ ജനാധിപത്യ പ്രക്രിയയിൽ ഉള്ള കാര്യങ്ങൾ തന്നെയാണ്. പക്ഷെ ചെയ്യുന്ന കാര്യങ്ങൾ മര്യാദയ്ക്ക് ചെയ്യണം. മര്യാദയുടെ ഒരു കാരണവശാലും കാണിക്കാൻ വേണ്ടി പാടില്ല. വേളി ബോട്ട് ക്ലബിൽ പണിയെടുക്കുന്ന ഈ പാവപ്പെട്ട ജീവനക്കാരോട് കാണിച്ചിരിക്കുന്നത് ഗവൺമെന്റ് മര്യാദ കേടാണ് എന്നുള്ള കാര്യം ഞാനിവിടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ടൂറിസത്തിന്റെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രിയോട് ഞാൻ ഈ കാര്യം സംസാരിച്ചു. പക്ഷെ അത്ര അനുഭവപൂർവ്വമാണ് എന്നോട് പറഞ്ഞത്. ആ കാര്യം ചർച്ച ചെയ്യാം എന്നാണ് പറഞ്ഞത്. ദളിത് വിഭാഗത്തിൽപ്പെട്ട ധാരാളം ജീവനക്കാർ ഇതിൽ പതികലോ വരുന്ന പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ടവരാണ്. അവിടുത്തെ സ്ഥല MLA ട്രാൻസ്പോർട്ട് വകുപ്പ് മന്ത്രി ആയിട്ടുള്ള ജോണാണ്. ജോണിനോട് ഞാൻ സംസാരിച്ചു. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്കെല്ലാം ഒരു മര്യാദ വേണം. മര്യാദയോട് ഒരു കാരണവശാലും കാണിക്കാൻ വേണ്ടി പാടില്ല. ഒരു ഗവൺമെന്റ് മാറി വരുമ്പോൾ സ്വാഭാവികമായിട്ട് കുറച്ച് ആൾക്കാരെയൊക്കെ ഡെയിലി ബേസിൽ എടുത്ത ആൾക്കാരെയൊക്കെ പറഞ്ഞിട്ടാണ്. ഞാനൊന്നും ചെയ്തിട്ടില്ല. വിദ്യാഭ്യാസ വകുപ്പിലും തൊഴിൽ വകുപ്പിലും കഴിഞ്ഞ 5 വർഷങ്ങൾക്ക് മുമ്പ് അധികാരത്തിൽ വന്ന ഞാൻ ചുമതലയേറ്റ സമയത്ത് പറഞ്ഞു വിടണമെങ്കിൽ ഒരു 10-500 പേരെങ്കിലും പറഞ്ഞു വിടാം.